ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഒഴിച്ചുകറിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ഇത് ചെറുപയറും കായൊക്കെ ചേർത്തിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അര കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുപയർ കുതിർത്തിയിട്ടില്ല, കുതിർത്താത്ത ചെറുപയറാണ്. അത് ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ഫുൾ ഫ്ലെയിമിൽ വിസിൽ വന്നതിൻ്റെ ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 8 മിനിറ്റ്, ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വെച്ചാൽ മതിയാവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കായയാണ് എടുത്തിരിക്കുന്നത്. അര കപ്പ് ചെറുപയറിന് ഒരു പച്ചക്കായ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കിട്ടുന്ന ഈ ഒരു കായയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാ കിട്ടുന്നത് വെച്ചാൽ കായ ഉപയോഗിക്കാം. കായയുടെ അളവ് കൂടി പോകരുത്. അപ്പോൾ ഇത്ര എടുത്താൽ മതി. ഈ കായയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനിത് വെള്ളത്തിലേക്ക് മുറിച്ചിടുകയാണ്. കായയ്ക്ക് ചെറിയൊരു കറയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇപ്പോൾ അതൊന്ന് മുറിച്ചിടാം. അപ്പോൾ അതിൻ്റെ തൊലിയൊന്ന് കളയാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം അങ്ങോട്ട് കഴുകി കളയാം കേട്ടോ. അപ്പോൾ അത്രയും മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അരപ്പ് ഒരു കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത്. നാളികേരം ചെറിയത്. അതിലേക്ക് 3 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് നല്ല ജീരകം, ചെറിയ ജീരകം, അത് കുറച്ചായിട്ട് ഒരു നുള്ളേ ചേർക്കാവൂ. പിന്നെ ഞാൻ കൈകൊണ്ടൊരു നുള്ളു കാണിച്ചൊന്നുമല്ലോ. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും വേണ്ടു. ഇതെല്ലാം കൂടി ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അരയ്ക്കണം. സ്മൂത്ത് പേസ്റ്റ് ആവാൻ പാടില്ല. നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ച്, ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതാ തരിതരിപ്പായിട്ട് അരച്ചിട്ടുണ്ട്. നല്ല സ്മൂത്ത് പേസ്റ്റ് ആവരുത് കേട്ടോ. ഇതാ ഇപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊക്കെ, ചെറുപയർ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ കായും കൂടിയും ചേർത്തിട്ട്, ചെറുപയറിൽ വെള്ളം ഉണ്ട് കേട്ടോ, ലേശം കൂടിയും വെള്ളം ഒഴിച്ചിട്ട് കായും കൂടിയും ചേർത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ, അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം. ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് ഞാൻ. ഉപ്പും ചേർത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലേ വേണ്ടൂ. കായ കൂടുതൽ വേവിച്ച വെന്ത് പോവും. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കായക്കനുസരിച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കുക്കിംഗ് ടൈം കൂട്ടാം കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് വേവും, ഒരൊറ്റ വിസിലേ വേണ്ടൂ. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിലേക്ക് ഇത് അരപ്പൊക്കെ ചേർത്തു. ഇനി അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ആ ജാറൊക്കെ കഴുകിയ വെള്ളമൊക്കെ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഒരു ചെറിയ ചൂടുള്ള വെള്ളം ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. പിന്നെ ചെറിയ ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ ആ റോ സ്മെല്ലില്ലേ, ആ പച്ചമണം ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറയുക, കൂടിപ്പോണ്ട, എന്നാൽ അത്യാവശ്യം നമുക്ക് ആ ഒരു ഒഴിച്ചുകറിയുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചാലാണ് അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ റോ ടേസ്റ്റൊക്കെ മാറി. ഇതിലേക്ക് നല്ല കറിവേപ്പില ഇടണം. ഇപ്പോൾ ഇവിടെ കറിവേപ്പിലൊക്കെ ഒട്ടും കിട്ടുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെറിയൊരു തൈയുണ്ട്, അതിൽ നിന്ന് പിശുക്കി പൊട്ടിച്ച് എടുക്കുന്നതാണത്. അപ്പോൾ നല്ല കറിവേപ്പിലയൊക്കെ, പച്ച കറിവേപ്പില നല്ല ഇടുക. പിന്നെ അവസാനം വെളിച്ചെണ്ണ, നമ്മളിതിൽ വറുത്തിടൊന്നുമില്ല, നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ, നമുക്ക് എത്ര വേണ്ട വെച്ചാൽ ഒഴിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ ഒഴിക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറി. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിൻ്റെ ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്